തുടർച്ചയായ അഞ്ചാം ദിവസവും തൃശൂർ ചേലക്കര ആറ്റൂരിൽ കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രി ഇറങ്ങിയ വാഴക്കൊമ്പൻ എന്ന ആനയ്ക്ക് മുൻപിൽപ്പെട്ട ബൈക്ക് യാത്രികൻ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. നിരവധി വീടുകളുടെ മതിലുകളും കാട്ടാന തകർത്തു. വലിയ പ്രതിഷേധമാണ് ഇന്നലെ ചേലക്കരയിൽ അരങ്ങേറിയത്. ചേലക്കര വാഴക്കോടും കാട്ടാന ഇറങ്ങി. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. കാട്ടാന ഭീതിയിലാണ് ചേലക്കര. ഞാനിപ്പോൾ ഉള്ളത് ആറ്റൂർ മണലാടി പാറപ്പുറം എന്ന പ്രദേശത്താണ്. ഇവിടെ എനിക്കരികിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം കാട്ടാന മതിൽ തകർത്ത് ഇട്ട് പോയതാണ്. തൊട്ടപ്പുറത്തൊരു വീട് കാണാം. കാട്ടാന അകത്ത് ചെന്ന് ആ വീട്ടിൽ ആക്രമണം നടത്തിയിരുന്നെങ്കിൽ എന്താണ് അവിടെയുള്ള ഒരു സ്ഥിതി എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് പിറകിൽ ഈ ഭാഗത്തും ഒരു വീട് കാണാം. ഇത്തരത്തിൽ വീടുകൾക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ കാട്ടാന വിഹരിക്കുന്ന ഒരു കാഴ്ചയാണ് ചേലക്കരയിൽ നിന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭീതി ഈ പ്രദേശത്തെ ആളുകൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം അനീഷ് എന്നയാൾ ബൈക്കിൽ പോകുമ്പോൾ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെടുകയും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. അദ്ദേഹം ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. അനീഷ് ഇപ്പോഴും ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകളാണല്ലേ? അതെ. ഞാൻ പണി കഴിഞ്ഞ് വരികയായിരുന്നു. കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങോട്ട് ഇറങ്ങി ഒരു 10 അടി ഇറങ്ങിയിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ മൊബൈൽ മറന്നു വെച്ച്, അപ്പോൾ ഈ വഴി തന്നെ ഞാൻ പോയത്. 10 അടി ഇങ്ങോട്ട് പോന്നു. അവിടെ നിന്ന് മൊബൈൽ എടുക്കാൻ വേണ്ടി തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഇങ്ങോട്ട് തിരിച്ച വഴിക്ക് തന്നെ റോട്ടിൽ ആന നിൽക്കുകയായിരുന്നു. ഞാൻ നേരെ അതിൻ്റെ മുട്ടിൽ അവിടെ വെച്ചാൽ ലൈറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. അതിൻ്റെ നേരെ ബാക്കിൽ പോയി നിന്ന് പെട്ടു. എന്നെ കണ്ട വഴിക്ക് ചിഹ്നം വിളിച്ച് കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ ഒരു 3-4 അടി അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ആ ഗ്യാപ്പ് കൊണ്ടാണ് ബൈക്ക് അവിടെ ഇട്ടിട്ട് ഓടിയത്. ആ ഓടിയതിൻ്റെ പിന്നാലെ എൻ്റെ പിന്നാലെ വന്നിട്ട് എൻ്റെ ബൈക്കും തട്ടി. ഈ സൗണ്ട് കേട്ടിട്ട് ഞാൻ എന്നെ പിടിക്കാൻ വരികയെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പിന്നാലെ കുറച്ച് ദൂരം വന്നപ്പോഴേക്കും ഞാൻ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ഓടി കയറുകയാണ് ചെയ്തത്. തലനായക്ക് രക്ഷപ്പെട്ടു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. നമ്മളിവിടെ ആനനെ കാണുമ്പോൾ ഫോറസ്റ്റിൽ വിളിക്കും. ഫോറസ്റ്റ് ചിലപ്പോൾ കുറച്ച് നേരം ഒഴുകും. ഇവിടുന്ന് 10-15 കിലോമീറ്റർ ഉണ്ട് അവർ ഓടിയെത്താൻ. പിന്നെ അതേപോലെ തന്നെ അവരിവിടെ വന്ന് താൽക്കാലിക ഒരു പടക്കം പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കാട്ടിലേക്ക് കയറ്റുക. പിന്നെ പിറ്റേ ദിവസം വരും. അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി അപ്പുറത്തെ വളപ്പിലുണ്ടാവും. അതിന്ന് മാറിയിട്ട് ഈ താൽക്കാലികം എന്നുള്ള ഒരു കയറ്റിവിടലല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മയക്കുവെടി വയ്ക്കുക അങ്ങനെയുള്ള കാര്യത്തിലേക്ക് നീങ്ങിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരെന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഈ കാട്ടിലേക്ക് വീണ്ടും കയറ്റിവിട്ടാൽ ആന പിറ്റേ ദിവസം ഇവിടെ ഇറങ്ങും. അതിനൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. അല്ലാതെ ഇവിടുന്ന് ഓടിക്കുക, അങ്ങോട്ട് കയറ്റിവിടുക, വീണ്ടും പിറ്റേ ദിവസം ഇങ്ങോട്ട് വരിക. ഈ ആന ഇവിടെ സുരക്ഷിതമല്ല. ഇവിടുന്ന് മാറ്റണ ആന തന്നെ. അല്ലെങ്കിൽ വീണ്ടും ഇതിലെ അപ്പുറമുള്ള